ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ മെഹബൂബ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. SSLC +2 വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ പരീക്ഷ മാറ്റിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോ വഴി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇപ്പോൾ തന്നെ പോയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ടെക്സ്റ്റ് ചെയ്യുക. എനിവേ, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏപ്രിൽ മാസത്തേക്ക് SSLC +2 പരീക്ഷകൾ മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധ്യാപക സംഘടന സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടതാണ്. എനിവേ, സംസ്ഥാന സർക്കാർ ഇതുവരെ പരീക്ഷ മാറ്റിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു തീരുമാനവും യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർച്ച് 17-ാം തീയതി മുതൽ മാർച്ച് 30-ാം തീയതിക്കുള്ളിൽ തന്നെ പരീക്ഷകൾ നടക്കും എന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ച ഇൻഫർമേഷൻ. ഇനി ചെറിയൊരു സൂചന, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് നൽകിയിട്ടുണ്ട് പരീക്ഷ മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതിൻ്റെ റിസൾട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന് എടുക്കാൻ സാധിക്കൂ. തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ അധ്യാപകർക്ക് ഡ്യൂട്ടി ഉള്ളതിനാൽ പഠന സഹായത്തെ അത് ബാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഏപ്രിൽ മാസത്തേക്ക് പരീക്ഷ മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും പരീക്ഷ മാറ്റിവെക്കണ്ട എന്ന് തന്നെയാണ്. എൻ്റെയും അഭിപ്രായം പരീക്ഷ മാറ്റിവെക്കണ്ട എന്ന് തന്നെയാണ്. കാരണം ഒരു ബ്രേക്ക് കിട്ടിയാൽ വീണ്ടും പഠിച്ച ഭാഗങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് ടെക്സ്റ്റ് ചെയ്യുക. മാർച്ച് 17-ാം തീയതി മുതൽ തന്നെ പരീക്ഷ നടക്കും എന്ന് തന്നെയാണ് ലഭിച്ച ഇൻഫർമേഷൻ. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഗവൺമെൻറ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എൻ്റേത് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.